മറ്റൊരു കോൺഗ്രസിലെ തർക്കം ഒത്തുതീർപ്പിലേക്ക്. അത് അവസാനിക്കും. നേതൃത്വത്തിന്റെ അനുനയത്തിന് വഴങ്ങുകയാണ് വിമതർ. BJP പിന്തുണയിൽ വിജയിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനം നൂർജഹാൻ രാജിവെക്കും. പാർട്ടി നിർദ്ദേശിക്കുന്ന ഏതു തീരുമാനവും അനുസരിക്കുമെന്ന് TN ചന്ദ്രൻ വ്യക്തമാക്കി. കുതിരക്കച്ചവടം നടത്തുന്നത് CPM ആണെന്നും ചന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തെറ്റ് ഏറ്റുപറഞ്ഞ് തിരിച്ചു വന്നാൽ അംഗങ്ങളെ തിരിച്ചെടുക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും പ്രതികരിച്ചു. KPCC നേതൃത്വവുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അനുസരിക്കാം എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൈ അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച നൂർജഹാൻ നവാസ് രാജിവെക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നതെങ്കിൽ നൂർജഹാൻ നവാസ് രാജിവെക്കും. പാർട്ടി എടുക്കുന്ന മറ്റെന്ത് തീരുമാനങ്ങളും ഞങ്ങൾ അനുസരിക്കുകയും ചെയ്യും. തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതും പാർട്ടി ആവശ്യപ്പെടുന്നതും. തെറ്റൊക്കെ മനുഷ്യ സഹജമാണ്. ആ രീതിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയല്ലേ. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായ ആരെയും പാർട്ടി സ്വീകരിക്കും. അതാണ് പാർട്ടി ലൈൻ. ജെയ്സൺ ചാവോളപ്പിലുണ്ട്. ജെയ്സൺ ചാവോളപ്പിൽ, അപ്പോൾ മറ്റത്തൂർ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പാർട്ടി പറയുന്ന ഏത് തീരുമാനത്തിനും വഴങ്ങാമെന്നറിയിക്കുന്നു. DCC പ്രസിഡന്റും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പാർട്ടി പറയുന്നതിനനുസരിച്ച് വന്നാൽ തിരിച്ചെടുക്കാമെന്നുള്ളതാണ്. TN ചന്ദ്രന്റെ പാർട്ടി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. റോജി വഴിയാണ് KPCC ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. DCC അത് അംഗീകരിക്കുമല്ലോ അല്ലേ? അതോടുകൂടി മറ്റത്തൂർ അധ്യായം അവസാനിക്കും. അരുൺകുമാർ, കഴിഞ്ഞ കുറേ ദിവസമായി മറ്റത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വലിയ പ്രതിസന്ധിയായിരുന്നു കോൺഗ്രസിനുണ്ടാക്കിയത്. BJP പിന്തുണയോടുകൂടി കോൺഗ്രസിലെ വിമതരും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ വിജയിച്ചു എന്നതായിരുന്നു വലിയ വിവാദവും പ്രതിസന്ധിയുമായി കോൺഗ്രസിനെ അലട്ടിയത്. അതിന് താൽക്കാലികമായി പരിഹാരമാകുന്നു എന്ന് വേണം കരുതാൻ. പ്രധാനമായും KPCCയുടെ നേതൃത്വത്തിലാണ് പ്രശ്നപരിഹാര ചർച്ച ആരംഭിച്ചത്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ വിമതർ DCC നേതൃത്വത്തെ ആദ്യം തള്ളിപ്പറഞ്ഞ് അവർക്കെതിരെ നടപടിയെടുക്കണം, എങ്കിൽ മാത്രമേ തങ്ങൾ പരിഹാരങ്ങൾക്ക് മുന്നിട്ടിറങ്ങൂ എന്ന ഒരാവശ്യം മുന്നോട്ട് വെച്ച് ഈ പശ്ചാത്തലത്തിലാണ് KPCC പ്രസിഡന്റ് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. പിന്നീട് മധ്യസ്ഥൻ എന്ന നിലയിൽ അങ്കമാലി MLA റോജി എം ജോണിനെ ചുമതലപ്പെടുത്തുന്നു. റോജി എം ജോണും വിമതരുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നത്. വിമതർ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച് വൈസ് പ്രസിഡന്റായ BJPയുടെ പിന്തുണയോടുകൂടി വൈസ് പ്രസിഡന്റായ നൂർജഹാൻ തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അതേസമയം തന്നെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിക്കാൻ ഒരു പരിധിവരെ സാങ്കേതികമായും കോൺഗ്രസിന് കഴിയില്ല. കാരണം കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ടെസിയാണ് മറ്റത്തൂർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, അതും BJP പിന്തുണയോടുകൂടി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഔദ്യോഗികമായി ഇക്കാര്യം ആവശ്യപ്പെടാനാകില്ല, എങ്കിൽ പോലും പാർട്ടി എന്ന നിലയിൽ ആവശ്യപ്പെടുമെന്ന് നേരത്തെ ചന്ദ്രൻ റിപ്പോർട്ടിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും താൽക്കാലികമായി പ്രശ്നപരിഹാരമാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ദ്രുതഗതിയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന നിർദ്ദേശം KPCC വെച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിട്ടുവീഴ്ചയ്ക്ക് വിമത വിഭാഗവും ഔദ്യോഗിക വിഭാഗവും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. ജെയ്സൺ ചാവോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.